നമ്മുടെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിനോടും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് കണ്ണ് തിരുമരുത് എന്നുള്ളത്. പക്ഷെ ആരും അത് വകവെക്കാറില്ല. നമ്മളങ്ങനെ റിപ്പീറ്റഡ്ലി പറയാൻ കാരണം തന്നെ കണ്ണിന് ഭയങ്കര ദോഷമാണ് അത് ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു MRI പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത്. ഇങ്ങനെ സ്ഥിരമായിട്ട് കണ്ണ് തിരുമുന്നവരുടെ കണ്ണിന്റെ ഔട്ടർ ലെയർ ആയിട്ടുള്ള കോർണിയ അത് ഭയങ്കര തിണ്ടാവാനും പിന്നെ അതിൽ സ്ക്രാച്ചസ് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ ചില ആൾക്കാർക്ക് കെരട്ടോകോണസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ വരെ ഉണ്ടാവാം. ഇനി അലർജി ഉള്ളവർ കണ്ണ് തിരുമുന്നത് കോമൺ ആണ്. അവര് കണ്ണ് തിരുമുമ്പോൾ എന്താന്ന് വെച്ചാൽ ഹിസ്റ്റമിൻ ഒരു ഫാക്ടർ റിലീസ് ചെയ്തിട്ട് അത് പിന്നെയും തിരുമിക്കൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അത് കാരണം റെഡ്നെസ്സും സ്വെല്ലിങ്ങും എല്ലാം ഉണ്ടാവാം. നമ്മുടെ കൈകളിൽ ഒരുപാട് ഡേർട്ടും ബാക്ടീരിയ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ കണ്ണ് തിരുമുമ്പോൾ അത് കണ്ണിലേക്ക് കയറി കൺജങ്ക്റ്റിവൈറ്റിസ് പോലുള്ള ഇൻഫെക്ഷനും എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡാർക്ക് സർക്കിൾസ് ഭയങ്കര കോമൺ ആണ് സ്ഥിരമായിട്ട് കണ്ണ് തിരുമുന്നവരില്. അതുപോലെ കണ്ണിന്റെ ഔട്ടർ ലെയറിലുള്ള ചെറിയ ബ്ലഡ് വെസൽസ് ഒക്കെ പൊട്ടി ചെറിയ ബ്ലീഡിങ് പോലെയൊക്കെ വരാം സ്ഥിരമായിട്ട് തിരുമുമ്പോൾ. പിന്നെ ഗ്ലോക്കോമ പേഷ്യൻസിന് ഒരു റിസ്ക് ഉള്ളത് ഈ തിരുമുന്ന സമയത്ത് ടെമ്പററി ആണെങ്കിലും ഒരു കണ്ണിന്റെ അകത്തെ പ്രഷർ ഒരു സ്പൈക്ക് ചെയ്യും. അപ്പൊ അത് ഗ്ലോക്കോമ പേഷ്യൻസിന് കുറച്ച് റിസ്കിയാണ്. അപ്പൊ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ അലർജി ഉള്ളവരാണെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഒരു ആന്റി അലർജി ഡ്രോപ്സ് യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ അവർക്ക് കണ്ണ് റബ്ബ് ചെയ്യാനുള്ള ടെൻഡൻസി വന്നാൽ ഐസ് പാക്സ് അല്ലെങ്കിൽ കോൾഡ് കംപ്രസ് എന്തെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഒത്തിരി സ്ക്രീൻ ടൈം ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ബ്രേക്സ് എടുക്കാം. അതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ ടിയർ ഡ്രോപ്സ് എന്തെങ്കിലും യൂസ് ചെയ്താൽ ഒരു ടയറിങ് ആയിട്ടുള്ള ഒരു കണ്ണ് തിരുമൽ ടെൻഡൻസി ഉണ്ടാവില്ല.